എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ദിവസേന നാരായണനാമം ജപിക്കാറുണ്ട്, നമഃശിവായ ജപിക്കാറുണ്ട്. പക്ഷേ ഞാൻ വീഡിയോയിൽ കൂടുതലായിട്ട് ശിവക്ഷേത്രത്തെക്കുറിച്ചോ ഭഗവാന്റെ കാര്യങ്ങളെക്കുറിച്ചോ കൂടുതൽ പറയേണ്ടായിട്ടില്ല. ഇന്ന് വിചാരിച്ചു ഭഗവാനെക്കുറിച്ചാവാം ഇന്നത്തെ വീഡിയോ എന്ന്. നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നത് സാക്ഷാൽ പരമേശ്വരനെയാണ് അല്ലേ? ഭഗവാന്റെ അമ്പലങ്ങൾ മിക്ക സ്ഥലങ്ങളിലും ശിവക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോയിട്ട് ഭഗവാനെ കണ്ട് പ്രാർത്ഥിക്കുക തന്നെ വേണം. നമ്മുടെ എന്തൊരു വിഷമതകളുണ്ടെങ്കിലും ഭഗവാനോട് പറഞ്ഞാൽ മതി. അത് ശാരീരികമാവട്ടെ മാനസികമാവട്ടെ നമ്മൾക്കാവട്ടെ നമ്മുടെ കുടുംബത്തിലെ ആൾക്കാർക്കാവട്ടെ എന്തു തന്നെയായാലും നമ്മൾ ഭഗവാനോട് പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ആ കാര്യം നടന്നിരിക്കും. ഭഗവാനെ നമ്മൾ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കണം. കാരണം മഹാമൃത്യുഞ്ജയമൂർത്തിയാണല്ലോ ഭഗവാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മുടെ മാർക്കണ്ഡേയൻ്റെ കഥയൊക്കെ എല്ലാവർക്കും അറിയില്ലേ? അപ്പോൾ ഭഗവാൻ തീർച്ചയായിട്ടും നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ പോയി പറഞ്ഞ് ഭഗവാനെ കണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് മാറിക്കിട്ടും. മാത്രമല്ല, നമ്മൾ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ ദർശനക്രമമൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എങ്കിലും നമ്മൾക്ക് ചില വഴിപാടുകളുണ്ട്. ആ വഴിപാടുകൾ നമ്മൾക്ക് വളരെ വലിയ ചിലവൊന്നുമില്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന വഴിപാടുകൾ തീർച്ചയായിട്ടും നമ്മൾ ശിവക്ഷേത്രങ്ങളിൽ ചെയ്തിരിക്കണം. ധാര ചെയ്യാൻ വളരെ വിശേഷമാണ്. ധാര കുട്ടികളുടെയൊക്കെ പേരിൽ ധാര വഴിപാട് ചെയ്യുക വളരെ വിശേഷമാണ്. ജലധാര ചെയ്യുക. അതുപോലെ തന്നെ അഭിഷേകങ്ങൾ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന അഭിഷേകങ്ങൾ, ഇളനീരാണ് ഏറ്റവും വിശേഷം. ഇളനീർ അഭിഷേകം ചെയ്യാം. ഇനി പാലുകൊണ്ട് അഭിഷേകം, എണ്ണ അഭിഷേകം, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിപ്പോൾ എപ്പോൾ ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് സ്ഥിരമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു മാസത്തിൽ ഇന്ന ദിവസം അല്ലെങ്കിൽ പിറന്നാൾ ദിവസങ്ങൾ അങ്ങനെ വിശേഷമായിട്ടുള്ള ദിവസങ്ങളുണ്ടെങ്കിൽ ആ ദിവസങ്ങളിൽ, അല്ലെങ്കിൽ 30 തിങ്കളാഴ്ചകളിൽ അല്ലെങ്കിൽ പ്രദോഷ ദിവസത്തൊക്കെ ധാരാളമായിട്ട് അഭിഷേകങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളെക്കൊണ്ട് സാധിക്കുന്ന തരത്തിലുള്ള വഴിപാടുകൾ ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് നമ്മൾ ചെയ്യണം. അതുപോലെ കൂവളമാല ചാർത്തുക. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണല്ലോ കൂവളം. ഇനി നമ്മുടെ കുടുംബത്തിൽ ഈ കൂവളവൃക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്കതിൻ്റെ കൂവളത്തിൻ്റെ ഇല പൊട്ടിച്ച മാല കെട്ടാൻ സാധിക്കുന്നവരാണെങ്കിൽ കെട്ടിക്കൊടുക്കാം. ഇനി ചില അമ്പലത്തിലൊന്നും കെട്ടിയ മാല സ്വീകരിക്കാത്തതാണെങ്കിൽ ഈ ഇല പൂവ് കൂവളത്തിൻ്റെ കൂവള പുഷ്പങ്ങളായിട്ട് നമുക്കവിടെ കൊണ്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് കുറച്ച് സമയം നമഃശിവായ ജപിക്കുക. ഭഗവാനെ നല്ലോണം മനസ്സിൽ വിചാരിച്ചിട്ട് നമഃശിവായ ധാരാളമായിട്ട് ജപിക്കുക. ഇനി അമ്പലത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് സ്ഥിരമായിട്ട് നാരായണനാമം ജപിക്കുമ്പോൾ നമഃശിവായ നാമം കൂടി നമ്മൾ ജപിക്കാറുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ എണ്ണം ഒന്ന് കൂട്ടുക. കാരണം 108 നാമമൊക്കെ വേഗം ജപിച്ച് തീരാവുന്നതേ ഉള്ളൂ. നമുക്കൊരു 336 പ്രാവശ്യം നമുക്കൊരു ദിവസം ഒരു നേരം ജപിക്കുക. 2 നേരവും ആകുമ്പോൾ അത് ഇരട്ടിയായില്ലേ? അല്ലെങ്കിൽ 1008 നാമം ജപിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ, സമയമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും രാവിലെയും വൈകുന്നേരവും 1008 തവണ വീതം ജപിക്കുക. ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ തന്നെ നമ്മുടെ സർവ്വ രോഗശമനം ഉണ്ടാവും. നമ്മുടെ വിഷമങ്ങളൊക്കെ മാറിക്കിട്ടും. ഭഗവാൻ നമ്മുടെ ഓരോ പ്രാർത്ഥനയും, ഏത് ഈശ്വരന്മാരാണെങ്കിലും നമ്മൾ മനസ്സുരുകി വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കേൾക്കാതിരിക്കില്ല. ഒരു ശക്തി നമുക്ക് എവിടെ നിന്നില്ലാണ്ട് നമുക്ക് കിട്ടും അല്ലേ? എന്തിനേയും അഭിമുഖീകരിക്കാനും ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനും നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ എങ്ങനെയെങ്കിലും ഒരു മാർഗത്തിൽ കൂടി നമുക്ക് അതൊക്കെ മാറിയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ആത്മവിശ്വാസമൊക്കെ നമ്മുടെ പ്രാർത്ഥനകളിൽ കൂടി തന്നെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാന്റെ നാമങ്ങൾ നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുക. ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും സമയമില്ല എന്നൊക്കെ പറയാമെങ്കിലും നമുക്ക് ഇത്തിരി സമയം ഉണ്ടാക്കിയിട്ട് 2 നേരവും നാരായണനാമം നമഃശിവായ നമുക്ക് സ്ഥിരമായിട്ട് ജപിക്കുക. ഭഗവാനെ സ്ഥിരമായിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. ഭഗവാന്റെ നാമങ്ങൾ ധാരാളമായിട്ട് ജപിക്കുന്ന വീട്ടിൽ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാവും. നമ്മൾ ശനിദോഷമൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരാണെങ്കിൽ, 7.5 ശനി ബുദ്ധിമുട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ശിവക്ഷേത്രങ്ങളിൽ പോയിട്ട് ഈ വഴിപാടുകളൊക്കെ ചെയ്യണം. ഭഗവാന്റെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹവും നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി വയ്ക്കാവുന്നതല്ല നമ്മുടെ ഈ ഒരു സംസ്കാരത്തിൻ്റെ ഈ ഒരു രീതികൾ.
തീർച്ചയായിട്ടും നമ്മളാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. എല്ലാവരും അവനവൻ്റെ കുടുംബത്തിലിരുന്ന് ധാരാളമായിട്ട് നാമം ജപിക്കുക. നാമം ജപിക്കുന്ന വീടുകളിൽ എല്ലാ വിധത്തിലുള്ള ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. അപ്പോൾ ധാരാളമായിട്ട് നാരായണ നാമവും നമഃശിവായ നാമവും ജപിച്ചോളൂ. എല്ലാ ഐശ്വര്യങ്ങളും ഓരോ കുടുംബത്തിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.